ഹായ് ഗായ്സ്, ഇറ്റ്സ് ഗോജോ സത്രോഗ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഫ്രീ ഫയർ ആയിട്ടാണ്. മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ നമ്മൾ ചെറിയൊരു പ്രൊജക്റ്റിലാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മളിതൊരു ഫ്രീ ഫയറിൽ ലാൻഡ് വോൾഫാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഒരു കളിയിൽ ഞാൻ നിർത്താൻ നോക്കുന്നില്ല, ഒരു 2-3 കളി നമുക്ക് കളിക്കാം. എന്തായാലും ഈ കളി പറഞ്ഞാൽ നമ്മുടെ ഈ ലോൺ വോൾഫ് നമ്മളെ കോസ്പ്ലേ ഒക്കെ ഇട്ടിട്ട് നമ്മൾ കളിക്കാൻ വിചാരിച്ചാണ്. അതായത് നമ്മുടെ കൂട്ടുകാരൻ്റെ കൂടെ. പക്ഷേ സാങ്കേതിക തകരാറ് മൂലം നമ്മുടെ ഫ്രണ്ട് ഇതുവരെ വന്നിട്ടില്ല ചെറിയ തിരക്കിൽ വിട്ടു. അപ്പോൾ സോളോ പ്ലേയിങ് ആണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ BR അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടാം. എന്തായാലും നമ്മൾ വേറെ ഗെയിംസും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഇവനെന്താ നൂബാണോ? ഇങ്ങോട്ട് ഇട്ടടിക്കുക. അയ്യോ നീറ്റ്. എന്തായാലും കുത്തിയങ്ങ് പിടിച്ച് കൊല്ലാം. നമ്മൾ ലിറ്ററലി നമ്മുടെ ഈ ഒരു നൂബാണെന്ന് തോന്നുന്നുണ്ട്. നൂബല്ല, ഒരു ബോട്ടാണെന്ന് തോന്നുന്നത്. എന്താണോ ഫ്രീ ഫയറൊക്കെ ബോട്ടിനെ കിട്ടുന്നത്. ഞാൻ അത്ര നൂബാന്ന് വിചാരിച്ചിട്ടുണ്ടാവും, പക്ഷേ ഞാൻ അത്ര നൂബല്ല. എന്തായാലും നമുക്ക് നെക്സ്റ്റ് പ്ലേ നോക്കാം. നമ്മളങ്ങനെ ജയിച്ചിട്ടുണ്ട്. ഞാൻ എന്താ കാണിക്കാത്ത വെച്ചാൽ ഒരു ഫുൾ ബോട്ട് പ്ലേ ആണ് അപ്പോൾ കളിക്കണത്. അല്ലാണ്ട് നല്ല പ്ലേയിങ് ഒന്നും കളിക്കണില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഈ റൗണ്ട് നമുക്ക് കളി കാണാം. അതാ നല്ല. അല്ലെങ്കിൽ ഒരെണ്ണം കൂടി ബൊയ് അടിക്കണം കൂടി കാണാം. അല്ലാണ്ട് ഇത് കാര്യമില്ല. ഒരു പോരാ ചെക്കൻ ഭയങ്കര ആക്റ്റീവല്ല, ഇന്നാക്റ്റീവാണ്. പോരാ. എന്തായാലും ഇനി ഞാനെന്താന്ന് വിചാരിച്ചാൽ നമ്മുടെ ഗ്രാനി 1 തൊട്ടിട്ട് 3 വരെ കളിക്കാം ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും നോക്കണം. ഓനക്ക് സാധാ കണ്ണ് വെച്ചിട്ട് തന്നെ അടിക്കാൻ പറ്റില്ല. അപ്പോൾ AWM കാര്യങ്ങളൊക്കെ എടുത്ത് വരുന്നത്. അപ്പോൾ എന്തായാലും ലിറ്ററലി നമ്മൾ എന്താ 3-4 വീഡിയോസ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 2 ഫ്രീ ഫയറിൻ്റെയും ഒരു ഫ്രീ ഫയറിൻ്റെയും പിന്നെ 2 മൈൻക്രാഫ്റ്റിൻ്റെയും പിന്നെ ഒരു ഷോർട്സാണ് നമ്മൾ ചാനൽ തുടങ്ങിയത്. നമുക്ക് വേണ്ടിയിട്ട് 3 ഫുൾ വീഡിയോയും ഒരു ഷോർട്ടും കൂടിയിട്ടാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ എല്ലാവിധ സപ്പോർട്ടും ചെയ്യണം. അപ്പോൾ നമുക്ക് വേറൊരു പ്ലേയിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡബിൾ AWM എടുത്തിട്ട് ഒന്ന് കളിച്ച് നോക്കാം. കാരണം നമ്മൾ കുറേ ആയല്ലോ കളിച്ചിട്ട്. ഈ ഡബിൾ AWM ഒക്കെ എടുത്തിട്ട് കുറേ കാലമായി. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിലൊക്കെ അല്ലേ എടുക്കാനുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. അല്ലാണ്ട് കളിക്കാൻ കുറേയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കളിക്കും. ഇത് ബോട്ടാണോ? പക്ഷെ എന്തൊരു കഷ്ടമാണിത്. ബോട്ടല്ല, അത്യാവശ്യം അടിക്കുന്നത്. ഇനിയിപ്പോൾ ബോട്ട് അടിക്കുമ്പോൾ ലോക്കാണോ? ഓ കഴിച്ചല്ല, ഹെൽമെറ്റ് പൊട്ടി. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പ്ലെയറാണെന്ന് തോന്നുന്നു. കുഴപ്പമില്ലാത്തൊരു പ്ലെയറാണ്. ഇത് കൂടെ കട്ടക്ക് നിൽക്കാൻ പറ്റും തോന്നുന്നു. ജയിക്കും അറിയില്ല. നമ്മൾ ഈ ബോട്ടിനെല്ലാം അടിച്ചു കൊല്ലാണ്ട്, അല്ലാണ്ട് നമ്മൾക്ക് ഇങ്ങനെ ഇതിനൊക്കെ അടിച്ചു കൊല്ലാൻ പറ്റും. നമ്മളെ കാണിക്കാം. ഇതിൽ ഞാൻ എന്തായാലും ജയിക്കണം. ജയിച്ചില്ലെങ്കിൽ നാണക്കേടാണ്. ജയിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. 4 കളി വേറെ കളിക്കുകയാണ്. 4 കളി വീണ്ടും ഇരിക്കല്ലേ, പിന്നെ എന്തെങ്കിലും പേടിക്കുന്നു അവിടെ. അപ്പോൾ നമുക്ക് ബാക്കിൽ കൂടെ പോയിട്ട് അടിക്കാൻ നോക്കാം. ഓ ഹോങ്കോങ്. അയ്യോ ഗ്ലൂ ആളിലേക്ക് ഇത് കിട്ടുമോ? അവിടെ ഉണ്ടല്ലോ. ഓ അതെ, മറ്റേ ഇതിൻ്റെ ഉള്ളിലാണ്, ആ ബോക്സിൻ്റെ ഉള്ളിലാണ്. അയ്യോ ചത്ത്. അപ്പം നമ്മൾ 2 റൗണ്ട് വിജയകരമായി പൂർത്തീകരിച്ച് തോറ്റിരിക്കുകയാണ്. കുഴപ്പമില്ല. ഉള്ളി ഇങ്ങോട്ടിട്ടുണ്ട്. നമുക്ക് അതിനൊരു പരിപ്പോടും ചായയും കൊടുക്കണം. നമുക്കൊരു MP5 കാര്യങ്ങളൊക്കെ കിട്ടി സെറ്റാവും. MP5 തന്നെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിൽ 52 ഹെഡ്ഷോട്ടും പിന്നെ 19 രൂപ അങ്ങനത്തെ ബോഡി ഷോട്ടും കൊടുത്തിട്ടുണ്ട്. അത് ഊക്കോങ്ങായിട്ട് അപ്പുറത്ത് കൂടെ പോകണം. നമുക്ക് ഈ സൈഡിൽ കൂടെ പോവാം. അത് നല്ലത്. ഇനി നമുക്ക് മറ്റേത് ഇട്ടിട്ട് നമുക്കൊന്ന് അടിച്ചേക്കാം. മോനെ അങ്ങനെ നമ്മൾ 2 റൗണ്ട് ഒരു റൗണ്ട് എടുത്തിരിക്കുകയാണ്. നമ്മൾ ഇങ്ങോട്ട് എടുത്ത് വെറുപ്പിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ വെറുപ്പിച്ചാൽ നമ്മൾ അങ്ങോട്ട് വെറുപ്പിക്കണം. അപ്പോൾ എന്തായാലും വീട്ടിൽ നമ്മൾ നല്ലൊരു അടിപൊളി ഗെയിം പ്ലേ വെച്ചിട്ട് കാര്യങ്ങൾ നല്ല അടിപൊളിയാണെന്ന് വിചാരിക്കുന്നു. എന്തായാലും മൈൻക്രാഫ്റ്റിൻ്റെ കുറച്ച് ബാക്കാവും. കാരണം നമ്മൾ അയൺ ഫാം ഉണ്ടാക്കി. പക്ഷേ ജസ്റ്റ് അത് വർക്കിംഗ് ആണ്. പക്ഷേ വർക്കിംഗ് ആണോ വെച്ചല്ല, വില്ലേജസും കാര്യങ്ങളും ബ്രീഡാവില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതെന്താ കാരണം എന്നറിയില്ല. ഇനിയിപ്പോൾ വില്ലേജിൻ്റെ അടുത്തായ കാരണമാണോ അത് അങ്ങനെ എന്തുകൊണ്ട് തോന്നുന്നു. അപ്പോൾ നമ്മൾ വില്ലേജിൽ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് കുറച്ചും കൂടി അപ്പുറത്തേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നു. അത് നല്ലതും ഏറ്റവും കൂടുതൽ നല്ലത് അതാണ്. കാരണം ഇപ്പോൾ ഇനിയിപ്പോൾ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഉണ്ടാക്കിയാലും നമുക്ക് പോയി വരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ കുറച്ച് എടുത്തുണ്ടാക്കി. പക്ഷേ
ലിറ്ററലി അത് വർക്കാവണില്ല, എന്താണാവോ. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഇവിടെ കുത്തി പിടിച്ച് കൊല്ലാം. M10 ലെവൽ 3 ആണ് നമ്മുടെ ഒക്കെ ഉള്ളത്. ഓളിവിടെ ഇല്ലയോ ബാക്കിനടിയിൽ ആകെ 5 HP. ചാവും ഈ കളി ചാവും തോന്നുന്നുണ്ട്. ചത്ത ഒരു ഓറിലെ ബുള്ളറ്റിൻ്റെ ഒരു കാറ്റ് വീശാൻ മതി, അപ്പോൾ ചാവും. ഓള് ഇമോട്ട് ഇടണം, വേറെ ഒന്നും എന്തുതാണെങ്കിൽ സഹിക്കാം. ഇമോട്ട് ഇടണമെങ്കിൽ സഹിക്കാത്തത്. അപ്പോൾ അങ്ങനെ അവൾക്ക് 4 ഉണ്ട്. ഈ കളി പൊട്ടാൻ ചാൻസ് ഇല്ല, പൊട്ടരുത്, ഗിവ് അപ്പ് ചെയ്യരുത്. നമ്മൾ എന്താ സെയിലായാലും കുഴപ്പമില്ല, നമ്മളെ ലാസ്റ്റ് വരെ നമ്മൾ അടിപൊളിയായിട്ട് കളിക്കണം എന്നാണ്. ഒക്കെ നമ്മളങ്ങോട്ട് കുത്തി പിടിച്ചാണ്ട് തീർത്തുണ്ട്. വേറെ ഒന്നും നോക്കില്ല, ഇമോട്ട് ഇട്ടങ്ങ് വെറുപ്പിക്കുക, വേറെ ഒന്നും കാട്ടില്ല. നമ്മുടെ ഫുൾ ഇമോട്ടാണ്, അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇനി 2-4 എന്നുള്ള ഒരു ഇതിലേക്ക് പോയിക്കണേ. അപ്പോൾ 4-4 പിടിച്ചിട്ട് ചത്താലും കുഴപ്പമില്ല, എനിക്ക് എങ്ങനെയെങ്കിലും അത്രയെങ്കിലും പിടിക്കണം. നമ്മൾ 4-1 പൊട്ടി ആകെ നാണക്കേടാണ് അത്. കാരണം അയ്യോ എനിക്ക് നന്നായിട്ട് കളിക്കാൻ അറിയില്ല. ഓളിങ്ങോട്ട് ഓടി വരച്ചാൽ എന്തായാലും അടിക്കാം. ഓക്കെ കുത്ത്. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മളതാ ഇന്നും കൊണ്ടിരിക്കുകയാണ്. ഇനി ലിറ്ററലി ഒരു പേടി മേടിക്കണ്ട, നമ്മൾ ഇമോട്ടിട്ട് വെറുപ്പിക്കുകയാണ്. ഇനി ആ വെറുപ്പിക്കൽ മാത്രമേ നടക്കുകയുള്ളൂ. നമ്മൾ ഈ ഒരു റിവെഞ്ച് മൈൻഡ് വെച്ച് കളിക്കുമ്പോൾ പിന്നെ വേറെ ലെവലാണ്. ലിറ്ററലി അറിയാമല്ലോ, ഓള് ഇവിടെ അല്ലേ, മേലെയാണ്. ഒരു ഗ്ലൂ വാളിട്ട് വെറുതെ ഗ്ലൂ വാൾ കൊണ്ട് ഇടാണ്ട് പിശുക്കിയിട്ട് ലാസ്റ്റ് ചാവണ്ട. നമുക്ക് മറ്റേ ഫ്രീസ് എടുത്തിട്ട് എറിയാം. 55 ഡാമേജ് ഒന്നും കയറില്ല. നമ്മൾ ഇപ്പുറത്തേക്ക് ഓൾ എറിഞ്ഞപ്പോൾ മാറിയിട്ടുണ്ട്. ഗ്ലൂ വാൾ പ്ലേസ് ചെയ്തിട്ട് അടിച്ചു. ഓക്കെ, അങ്ങനെ 4v4 4-4 ആയിട്ടുണ്ട്. ഇനി ഒരു റൗണ്ട് കൂടിയും എന്താ ചെയ്യുമെന്ന് അറിയില്ല, ആര് ജയിക്കുമെന്നും അറിയില്ല. മാക്സിമം നമ്മൾ ജയിക്കാൻ നോക്കാം. ഓള് ആക്റ്റീവായി പ്ലേ ചെയ്താൽ ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിപരമായി നീങ്ങാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. നമ്മൾ സ്കാറും പിന്നെ നമ്മുടെ MP5 ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ എന്താ മിനി യൂസി അതും എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ കാണാൻ നോക്കിയത്, പക്ഷെ ശങ്കരോ ആൾ കളിക്കുന്നില്ലല്ലോ. ആൾക്ക് വേണ്ടി കുറച്ച് സോം വരുന്നവരെ വെയിറ്റ് ചെയ്ത് നോക്കാം. നിറ്റെങ്ങനെ പോയതോ അതോ പാല് മേടിക്കാൻ പോയതാണോ എന്താണോ അറിയില്ല. നമ്മുടെ പണ്ടത്തെ പരിപാടിയാണ്, ഫ്രീ ഫയർ കളിക്കുമ്പോൾ പാല് മേടിക്കാൻ പോണത്. ഇതച്ച് വരുന്നില്ലല്ലോ. നമുക്കിവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം, കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ആ സോണ് വരായി. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ വെറുതെ ഒന്ന് മേടിച്ച് വെക്കാം. ഓക്കെ, നമ്മളങ്ങനെ ബൂയി അടിച്ചിട്ടുണ്ട്. ബൂയി അടിക്കുക പറഞ്ഞാൽ വിഡ്രോ, ഇതൊരു ഡ്രോ ലെവലിലാണ് പോയത്. കളി എന്നാലും ഒരു ഉഷാറായില്ല. അടുത്ത കളി നോക്കാം. ഓക്കെ ശരി ഗായ്സ്, ബൈ.